അടിപൊളി മെമോ പാഡ് ആയാലോ? ആദ്യം 2 A4 പേപ്പർ എടുത്തിട്ട് ഇതേപോലൊക്കെ ഒന്ന് മടക്കിയിട്ട് നിവർത്തി കൊടുക്കുക. ഇനിയാണ് ടഫസ്റ്റ് പാർട്ട് വരാൻ പോകുന്നത്. പെൻസിലും സ്കെയിലും വെച്ചിട്ട് പേപ്പർ മുഴുവൻ അങ്ങ് ഗ്രിഡ് ലൈൻസ് വരക്കുക. കുറച്ച് ഭ്രാന്ത് പിടിക്കണ പണി ആയതുകൊണ്ട് തന്നെ വേഗം അങ്ങ് തീർത്തു. അത്ര പെർഫെക്റ്റ് ഒന്നും ആകാൻ നോക്കിയില്ല. നിങ്ങൾ പിന്നെ ക്ഷമയുള്ള കൂട്ടത്തിലാണെങ്കിൽ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് പെർഫെക്റ്റ് ആക്കിയോളി. ഇനി ഒരു ബ്ലൂ കളർ പെയിന്റ് എടുത്തിട്ട് ഓരോ പേജിനും ബോർഡർ പോലെ പെയിന്റ് അടിക്കുക. നിങ്ങൾക്ക് അത്ര കട്ടിയില്ലാത്ത മെമോ പാഡ് ആണ് വേണ്ടതെങ്കിൽ ഒരു A4 ഒക്കെ എടുത്താൽ മതിയാവും. ഇനി നല്ല കട്ടിയുള്ളതാണ് വേണ്ടതെങ്കിൽ 3-4 A4 എടുക്കുക. ഞാനിപ്പോ 2 എടുത്തിട്ടുള്ളത്. അത്യാവശ്യത്തിനുള്ള കട്ടിയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് 2 A4 ചെയ്തു. ഇനി ഞാൻ ഇതൊരു ക്ലൗഡ് തീമിലാണ് ആക്കാൻ കരുതിയത്. അതുകൊണ്ടല്ലേ ബ്ലൂ കളർ അടിച്ചു കൊടുത്തേ. പിന്നെ എല്ലാത്തിന്റെയും താഴെ സൈഡിലായിട്ട് ഒരു ക്ലൗഡ് വരക്കുന്നുണ്ട്. ഇനി എല്ലാ മെമോ പാഡിന്റെയും പോലെ കട്ട് ചെയ്യുക. എന്നിട്ട് എല്ലാം ലെവൽ ചെയ്ത് വെക്കുക. മുകളിൽ ഫെവിക്കോൾ തേക്കുക. എന്നിട്ട് ഉണങ്ങാനും വെക്കുക. ഇനി ഒരു ഐവറി ഷീറ്റിൽ ചെറിയ തരത്തിലുള്ള അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ട് ആ മെമോ പാഡ് അതിന്റെ മുകളിൽ ഒട്ടിക്കുക. ഞാനിവിടെ ഡബിൾ സെറോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കണേ. ഈ ഡബിൾ സെറോ ടേപ്പിനൊക്കെ കൈ കിട്ടിയാ പിന്നെ ഫെവിക്കോളിനൊക്കെ താനേ മറന്നു പോകും. അപ്പൊ നമ്മുടെ മെമോ പാഡ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ പറയണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട്